യെസ് ജോസി തുടരാമോ? ഇപ്പോൾ ഡോക്ടർ വിനീത് പരാതി നൽകിയ ഡോക്ടർ ടെലിഫോൺ ചേരുന്നുണ്ട്. ഡോക്ടർ വിനീത്, ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത്? സ്ഥിരമായിട്ടുണ്ടോ? കുറെ കാലമായിട്ട് ഈ പെരുമാറ്റമാണോ? നേരത്തെ പരാതിപ്പെട്ടിട്ടുള്ളതാണോ? അതെ, ഞാൻ മുൻപും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായി ഇത് അനുഭവിച്ചു വരികയാണ് ഞാൻ. കടുത്ത മാനസിക സമ്മർദ്ദത്തിലും സംഘർഷത്തിലുമാണ് ഞങ്ങൾ അടങ്ങുന്ന PG വിദ്യാർത്ഥികൾ. ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതിയായിരുന്നു ഈ ഇൻസിഡന്റിന്റെ ആ പീക്കിലെത്തിയിരുന്നത്. വലത് കൈ ഒങ്ങി മുഖത്ത് അടിക്കാൻ വരികയും ഞാനൊരു ഫീമെയിൽ, ഈ ഒരു മെയിൽ എനിക്ക് കേസ് എങ്ങനെ കൊടുക്കണമെന്ന് അറിയാം എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായിട്ട്, അതായത് നിയമവശങ്ങളും ആരോഗ്യ വശങ്ങളും അറിയുന്ന ഒരു ഫോറൻസിക് അല്ലെങ്കിൽ പോലീസ് സർജന്റെ വായിൽ നിന്നാണ് ഇത്തരം രീതിയിലുള്ള. മനസ്സിലായി. ഇത് ഡോക്ടർ വിനീതിനോട് മാത്രമാണോ, ഇല്ലെങ്കിൽ പൊതുവെ അങ്ങനെയാണോ പ്രകൃതം? ഇത് മറ്റൊരു കുട്ടിയോട് ഇതുപോലെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പരാതിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ കൂടുതൽ ഉന്നതാധികാരികളിലേക്ക് ആ പരാതി എത്തിയിരുന്നില്ല. ഇതിപ്പോ ലാസ്റ്റ് ഇപ്പൊ നമ്മളൊരു ഓഡിയോ കേട്ടത് അത് ലാസ്റ്റ് സംഭവിച്ച കാര്യമാണ് അല്ലേ? അതെ, ഈ ലാസ്റ്റ് സംഭവിച്ചത് എനിക്ക് ആ സിറ്റുവേഷനിൽ സ്തബ്ധനായി പോയി. ഞാൻ നിൽക്കായിരുന്നു. മറ്റൊരു ആള് എടുത്തതായിരുന്നു ആ റെക്കോർഡ് വീഡിയോ. അതില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴും ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഇൻസിഡന്റിൽ ഇതുപോലെ പലരും ദൃക്സാക്ഷികൾ എത്രത്തോളം പറയുമെന്ന് നിങ്ങൾക്ക് മാഡത്തിന് അറിയാമല്ലോ. അതെ അതെ. ഓക്കെ, ഇതിലിപ്പം കോളേജിൽ നിന്ന് എന്താണ് ഒരു ഈ പരാതി കൊടുത്തിട്ട് അവരെന്തെങ്കിലും രീതിയിലുള്ള നടപടി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും തിരിച്ചൊരു റിപ്ലൈ വളരെ പെട്ടെന്ന് നടപടി എടുക്കുക. എന്റെ പരാതി അനുഭാവപൂർവ്വം അധികാരികൾ, പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും പരാതി കേൾക്കാനുള്ള ഒരു സന്നദ്ധത്തുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്നുള്ള നടപടികൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് DMEയുടെ എൻക്വയറി ഉണ്ടായി. അപ്പൊ അതിന്റെ എല്ലാ റിപ്പോർട്ടുകൾ ആരോഗ്യമന്ത്രി ഓഫീസിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിന് നടപടിക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ വിനീത്.